എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബോട്ടിൽ ഉപയോഗിച്ച് ഒരു ജിറാഫിൻ്റെ മോഡൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നെക്ക് കുറച്ച് നീണ്ട ഒരു ബോട്ടിലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ ആൾറെഡി പെയിൻറ് അടിച്ചിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഈ വാൾപുട്ടി ക്ലേയുടെ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ആദ്യം ജിറാഫിൻ്റെ മുഖം ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ക്ലേ മോൾഡിങ് ടൂൾസ് ഒന്നുമില്ല. ഉള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്കങ്ങ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ കൊമ്പ് വെച്ച് കൊടുക്കാം. ഇതിനുള്ളിൽ ഞാനൊരു ചെറിയ കെട്ടുകമ്പിയുടെ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ തലയും കൊമ്പ് ഇളകി പോകാതിരിക്കാൻ സഹായിക്കും. ഇനി കണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ചെവിയുടെ ഒരു ഷേപ്പ് ഉണ്ടാക്കി സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഈ മുൻകാലികളുടെ ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളേ. ഈ വാൽ സെറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് അത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ഒരു കിട്ടുമ്പി വെച്ചിട്ടുണ്ട്. ഈ പിൻകാലുകൾ മുന്നോട്ടിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലേ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസം വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്തിട്ട് ഇതെല്ലാം സ്മൂത്ത് ആക്കി എടുക്കാം. ഇനി ഇതിൽ ഫസ്റ്റ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ മുഴുവനും ഫസ്റ്റിൻ്റെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ജിറാഫിൻ്റെ മൂക്കും വായൊക്കെ വരുന്ന പോർഷനിൽ ഒരു ബ്രൗൺ കളറാണല്ലോ, നമുക്കിനി അത് കൊടുക്കാം.
കൊമ്പിൻ്റെ ടിപ്പിലും ബ്രൗൺ കളറാണ്. ഇനി ഇതിൽ ബ്രൗൺ ഷെയ്ഡ് വരുന്ന എല്ലാ ഭാഗങ്ങളും കൊടുക്കുകയാണ്. ഇതിൻ്റെ നടുവിൻ്റെ ഭാഗത്തും ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെ ഷെയ്ഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജിറാഫിൻ്റെ ശരീരത്തിലുള്ള ആ ബ്രൗൺ ഡിസൈനുകളങ്ങ് വരച്ചെടുക്കാം. ഇത് നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന ഒരു ജോലിയാണ്. അങ്ങനെ ഡിസൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് വരയ്ക്കാം. അങ്ങനെ പെയിൻറ്റിങ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വർക്ക് ഇവിടെ പൂർത്തിയാകുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണിത്. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക, ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.